which client should the nurse identify as a high risk for an involuntary commitment? അതായത് പറഞ്ഞേക്കുന്നത് ഡെലിബറേറ്റ് സെൽഫ് ഹാം അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലേ, ക്ലയൻസ് സസ്റ്റൈനബിലിറ്റി വിത്ത് ഓൾട്ടർനേറ്റീവ്സ്. അതുപോലെ നഴ്സിംഗ് റിസർച്ചിൽ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഒന്ന് റോസിക് സൈൻ. എന്താണ്? ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒമാൻ പിയേഴ്സൺ വ്യൂ കേട്ടോ. ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം അല്ലേ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ ഹെഡ് നഴ്സ് ഈസ് ടീച്ചിങ് എ ഗ്രൂപ്പ് ഓഫ് നഴ്സസ് ഓൺ ദ ടോപ്പിക് ഓഫ് ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ്. വിച്ച് ക്ലയന്റ് ഷുഡ് ദ നഴ്സ് ഐഡന്റിഫൈ ആസ് എ ഹൈ റിസ്ക് ഫോർ ആൻ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ്? അതായത് എന്താ പറയുന്നത്, ഹെഡ് നഴ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് നഴ്സസിന് ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ് അല്ലേ. സോ ഇവിടെ ഏത് അല്ലെങ്കിൽ ഒരു ഹൈ റിസ്ക് ആയിട്ട് ഒരു ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ റിസ്ക് ആയിട്ട് വരുന്ന പേഷ്യന്റ് ഏതാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഈസ് എ ക്ലയന്റ് ഹു ഈസ് അൺകെംപ്റ്റ്. ഓപ്ഷൻ ബി എ ക്ലയന്റ് വിത്ത് ഹാലൂസിനേഷൻസ്. ഓപ്ഷൻ സി എ ക്ലയന്റ് വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻസ്. ഓപ്ഷൻ ഡി എ ക്ലയന്റ് വിത്ത് ഡിപ്രസ്ഡ് മൂഡ് മോസ്റ്റ് ഓഫ് ദ ടൈം. നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും അല്ലേ. നോക്കിയാൽ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ് എന്താണ് അത് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ടെർമിനോളജീസ് അതുകൂടാതെ ഈ ഓപ്ഷൻസ് ഒന്നും അറിയണ്ട അല്ലേ. നമുക്ക് നോക്കാം. അൺകംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അൺടൈഡി ആയിട്ടുള്ള ഒരു പേഷ്യന്റ് അല്ലേ. സോ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത്. നെക്സ്റ്റ് ഹാലൂസിനേഷൻസ്, അതായത് നമ്മൾ പറയാതെ തന്നെ അല്ലെങ്കിൽ ഒരു ഓഡിറ്ററി പലതരത്തിലുള്ള ഹാലൂസിനേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ സൂയിസൈഡൽ ഐഡിയേഷൻസ്, പിന്നെ ഒരു ഡിപ്രഷനുള്ള പേഷ്യന്റ്. ഇതിൽ ആർക്കാണ് ഈ ഒരു ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റിൽ ഹൈ റിസ്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുക. സോ എന്താണ് ഈ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ് എന്ന് പറയുക? അതായത് ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ തന്നെ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഒരു കൺസെന്റ് ഇല്ലാതെ തന്നെ നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ് എന്ന് പറയുക. സോ ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ഏത് പേഷ്യന്റ് ആയിരിക്കും ഈ പറഞ്ഞിരിക്കുന്നതിൽ? ഏകദേശം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരിക്കും, പക്ഷേ ഏതായിരിക്കും ഏറ്റവും കറക്റ്റ് ആയിട്ട് വരിക? അതായത് ഓപ്ഷൻ സി ആണല്ലേ. അതായത് ക്ലയന്റ് വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാം കേട്ടോ. അതായത് എന്താണ് ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ് എന്ന് പറയുക? ഇതിന് വേറൊരു പേരുണ്ട്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് സിവിൽ കമ്മിറ്റ്മെന്റ്. ഇതെന്താണ്? ഇതൊരു ലീഗൽ പ്രോസസ്സാണ്, ലീഗലി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ബൈ വിച്ച് എ പേഴ്സൺ ഈസ് അഡ്മിറ്റഡ് ടു എ സൈക്യാട്രിക് ഫെസിലിറ്റി വിതൗട്ട് ദെയർ കൺസെന്റ് when they are a danger to themselves or others. അതായത് അവര് സ്വന്തമായിട്ടോ, അതായത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ പറഞ്ഞേക്കുന്നത് ഡെലിബറേറ്റ് സെൽഫ് ഹാം അല്ലെങ്കിൽ സൂയിസൈഡ് അല്ലേ, സ്വന്തമായിട്ട് അവര് ഡേഞ്ചർ ആവുകയാണ് അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അവരുടെ എക്സിസ്റ്റൻസ് ഒരു ഡേഞ്ചർ ആവുകയാണ് എങ്കിൽ നമുക്ക് ലീഗലി തന്നെ ഈ പേഷ്യൻസിനെ ഒരു സൈക്യാട്രിക് ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനാണ് നമ്മൾ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റ് എന്ന് പറയുക. ഡൺ വെൻ ദേ ആർ കൺസിഡർഡ് ആസ് എ ഡേഞ്ചർ ടു ദംസെൽസ്, അതായത് സൂയിസൈഡൽ റിസ്ക്, അതേഴ്സ് വയലന്റ് അല്ലെങ്കിൽ ഹോമിസൈഡൽ ബിഹേവിയർ, അണേബിൾ ടു കെയർ ഫോർ ബേസിക് നീഡ്സ് ഡ്യൂ ടു മെന്റൽ ഇൽനസ്, എസ്പെഷ്യലി ഒരു ഗ്രേവ് ഡിസബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ ഈ ഇൻവോളണ്ടറി കമ്മിറ്റ്മെന്റിന്റെ അണ്ടറിൽ വരുത്താനായിട്ട് കഴിയും. അപ്പൊ ക്ലിയർ ആയല്ലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് ടു ഹെൽപ്പ് എ ന്യൂലി ഡയഗ്നോസ്ഡ് ക്ലയന്റ് വിത്ത് എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ ടു കോപ്പ് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് ഓൾട്ടർനേറ്റീവ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഷുഡ് ദ നഴ്സ് ടേക്ക് ഇൻ കൗൺസിലിംഗ് ദ പേഷ്യന്റ്? അതായത് പേഷ്യന്റ് ഒരു എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസിലാണ്. സോ അപ്പോൾ നമ്മൾ ഒരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് അല്ലേ, അല്ലെങ്കിൽ കോപ്പ് ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലൈക്ക് ഒരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. സോ എന്ത് ആക്ഷനാണ് ഈ പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്ക് നഴ്സസ് എടുക്കാനുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, പ്രൊവൈഡ് ദ ക്ലയന്റ് വിത്ത് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് റെക്കഗ്നൈസ് ചോയ്സസ്. ഓപ്ഷൻ ബി, കൺസിഡർ ദ ക്ലയന്റ്സ് നീഡ്സ് ആൻഡ് ഗോൾസ് that motivate him toward new adjustment. Option C, assess clients overall understanding and readiness to learn about alternatives. Option D, collaborate with other team members to ensure clients sustainability with alternatives. അപ്പോൾ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ആക്ഷനാണ് ഈ നേഴ്സ് പേഷ്യന്റിനെ കൗൺസിൽ ചെയ്യുമ്പോഴത്തേക്ക് എടുക്കേണ്ടത് എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ കൗൺസിലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിൽ പ്രൈം ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് വരുന്നത് നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് പേഷ്യൻസിന് കൊടുക്കും അല്ലെ. ഒന്ന് പേഷ്യൻസിന് ഓൾട്ടർനേറ്റീവ്സ് കൊടുക്കും, എന്നിട്ട് അവർക്ക് അതിനുള്ള ഓട്ടോണമി കൊടുക്കുകയാണ് ആ ചോയ്സസിൽ നിന്ന് എന്താണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ എ ആണ്, പ്രൊവൈഡ് ദ ക്ലയന്റ് വിത്ത് ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് റെക്കഗ്നൈസ് ചോയ്സസ്. അപ്പൊ നമുക്ക് നോക്കാവേ, എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് നമ്മൾ സാധാരണ ഡിഫൈൻ ചെയ്യുക GFR, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് വെച്ചിട്ടാണ്. അത് ലെസ് ദാൻ 15 ml per minute per 1.73 meter square, അതായത് പെർ BSA ബോഡി സർഫസ് ഏരിയ വെച്ചിട്ടാണ് നമ്മൾ ഈ GFR പറയുക. അപ്പൊ GFR ലെസ് ദാൻ 15 ആണെങ്കിൽ സാധാരണ നമ്മൾ എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് ആയിട്ടാണ് പറയുക. സോ ക്ലയന്റ് ലൈക്ലി എക്സ്പീരിയൻസിങ് ലോസ് ഓഫ് കൺട്രോൾ, ഫിയർ,
ഗ്രീഫ് ആൻഡ് ആങ്സൈറ്റി അല്ലേ പേഷ്യന്റ് യൂഷ്വലി ഈ ഒരു എൻ സ്റ്റേജ് റീനൽ ഡിസീസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പേഷ്യന്റ് ഒരു ലോസ് ഓഫ് കൺട്രോൾ ഫീൽ ചെയ്യും, പിന്നെ ഫിയർ, ഗ്രീഫ്, അതുകൂടാതെ ആങ്സൈറ്റി ഒക്കെ ഫീൽ ചെയ്യും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു തെറാപ്യൂട്ടിക് ആയിട്ടുള്ള നഴ്സിംഗ് ആക്ഷൻ ഈ ഒരു കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് മെയിൻലി ചെയ്യാൻ കഴിയുന്ന ഒന്ന് പേഷ്യന്റിന്റെ ഓട്ടോണമിയെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ പ്രൊമോട്ട് പ്രോപ്പർ ഡിസിഷൻ മേക്കിംഗ്, എൻകറേജ് പാർട്ടിസിപ്പേഷൻ ഇൻ കെയർ ചോയ്സസ്, ദെൻ പേഷ്യന്റ് കോപ്പ് ബെറ്റർ വെൻ ദേ ഫീൽ ദേ ഹാവ് കൺട്രോൾ ഓവർ ദെയർ ഡിസിഷൻസ്. അതായത് പേഷ്യൻസ് സാധാരണ നമ്മളാണെങ്കിലും അല്ലെ നമ്മൾ ഒരു സിസ്റ്റമായിട്ടൊന്ന് കോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോപ്പറായിട്ട് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളപ്പോഴത്തേക്കായിരിക്കും നമ്മൾ സാധാരണ ഒരു സിറ്റുവേഷനുമായിട്ട് കോപ്പ് ചെയ്ത് വരിക അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Nurse student is studying research methodology. She learned that one of the nursing process steps is used in research to determine the focus of research and its aim. Which of the following nursing process steps is described? Option A is planning, B is evaluation, C is assessment and D is implementing അല്ലേ. അതായത് ഇവിടെ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് റിസർച്ച് മെത്തഡോളജിയെ കുറിച്ച് പഠിക്കുകയാണ് അല്ലേ. സോ ഈ റിസർച്ച് മെത്തഡോളജി കൂടാതെ നഴ്സിംഗ് പ്രോസസ്സ് അതിൽ രണ്ടിനെയും അതായത് എസ്പെഷ്യലി റിസർച്ചിന്റെ ഫോക്കസ് അതിന്റെ എയിം നമുക്ക് കോറിലേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന നഴ്സിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എന്താണ്? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി അസസ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഓപ്ഷൻ സി അസസ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് നോക്കാവേ എന്തുകൊണ്ടാണ് അസസ്മെന്റ് വന്നതെന്ന് നോക്കാം. സോ യൂഷ്വലി നമുക്കറിയാം അല്ലേ, നമ്മുടെ ഒരു നഴ്സിംഗ് റിസർച്ചിൽ നമുക്ക് പല സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ ഈ നഴ്സിംഗ് പ്രോസസ്സിന്റെ സ്റ്റെപ്സുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിലൊന്ന് അസസ്മെന്റ് എന്താ ചെയ്യുക? മാച്ചസ് ദ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ സ്റ്റേജ് വെയർ ദ റിസർച്ച് ടോപ്പിക്, purpose and needs are determined. അതായത് അസസ്മെന്റിൽ നമ്മൾ സാധാരണ ഈ റിസർച്ചിന്റെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ സ്റ്റേജുമായിട്ടാണ് കോറിലേറ്റ് ചെയ്ത് പറയുക. അവിടെ നമ്മൾ റിസർച്ച് ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, പർപ്പസ് ഓഫ് ദ റിസർച്ച് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, അതുകൂടാതെ എന്തുകൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ നീഡ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട് ഈ അസസ്മെന്റ് സ്റ്റേജിൽ. നെക്സ്റ്റ് പ്ലാനിംഗ് ആണ്, കറസ്പോണ്ട്സ് ടു ഡിസൈനിങ് ദ റിസർച്ച് മെത്തേഡ് ആൻഡ് സെലക്ടിങ് ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ. നമ്മൾ ഈ റിസർച്ചിന്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിസൈനിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. അതുകൂടാതെ ഏത് ടൂളാണ് നമ്മൾ ഡേറ്റ കളക്ഷൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യുക ഈ ഒരു പ്ലാനിംഗ് ഫേസിലാണ്. നെക്സ്റ്റ് നോക്കിയാൽ ഇംപ്ലിമെന്റിംഗ്, അതായത് റെഫേഴ്സ് ടു ദ ഫേസ് വെയർ ഡേറ്റ ഈസ് കളക്ടഡ് അക്കോർഡിംഗ് ടു ദ റിസർച്ച് പ്ലാൻ. അതായത് നമ്മൾ ഇംപ്ലിമെന്റേഷൻ നമ്മൾ നഴ്സിംഗ് പ്രോസസ്സിൽ പറയാറുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ആ സ്റ്റെപ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഇന്റർവെൻഷൻസ് ഒക്കെ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ച്വലി പേഷ്യന് വേണ്ടി ഡെലിവറി ചെയ്യുന്നത് ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാണ്. അതുപോലെ നഴ്സിംഗ് റിസർച്ചിൽ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? റെഫേഴ്സ് ടു ദ ഫേസ് വെയർ ഡേറ്റ ഈസ് കളക്ടഡ് അക്കോർഡിംഗ് ടു ദ റിസർച്ച് പ്ലാൻ. അതായത് നമ്മൾ ഏത് രീതിയിലാണോ ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു ബേസിക്കലി. അതിന് ചിലപ്പോൾ ഇന്റർവെൻഷൻസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ ഇവാലുവേഷൻ റിലേറ്റ്സ് ടു അനലൈസിംഗ് റിസൾട്ട്സ്, ഇന്റർപ്രറ്റിംഗ് ഫൈൻഡിങ്സ് ആൻഡ് ഡിറ്റർമിനിങ് ഇഫ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ് വെയർ മെറ്റ് അല്ലേ. ഇവാലുവേഷൻ നമ്മൾ സാധാരണ നഴ്സിംഗ് റിസർച്ചിൽ ചെയ്യുക, നമ്മുടെ ഇന്റർവെൻഷൻസ് ഒക്കെ കൊടുത്തു, അത് എത്രത്തോളം ഇഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുവാണ് ഈ ഇവാലുവേഷൻ സ്റ്റെപ്പിൽ ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ചിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ റിസൾട്ട്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്, കൂടാതെ നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സ് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്, അതുകൂടാതെ നമ്മുടെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നു ഈ ഒരു ഇവാലുവേഷൻ സ്റ്റേജിൽ. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. എ 17-year-old patient presents to the ER emergency room with a history of right iliac fossa pain, anorexia, vomiting and nausea. The temperature is 38.3 degrees Celsius. On investigation, the TLC, total leukocyte count is 12,000 cells per cubic millimeter. The most likely diagnosis is, അതായത് ഇവിടെ നമ്മൾ ഓർക്കണം. ഓക്കെ, ഓപ്ഷൻസ് കൊണ്ട് നോക്കാവേ. ഓപ്ഷൻ എ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ്, ബി ഇസ് അക്യൂട്ട് സാൽബഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി മെസെൻട്രിക് ലിംഫാഡിനൈറ്റിസ്, ഓപ്ഷൻ ഡി ഇലിയോസോയാസ് ആബ്സിസ്. നോക്കിക്കേ, ഇവിടെ യങ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണല്ലേ, അതായത് ഒരു അഡോളസെന്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണ്. പേഷ്യന് റൈറ്റ് ഇലിയാക് ഫോസയിൽ പെയിൻ ഉണ്ട്, അനോറെക്സിയ, വോമിറ്റിംഗ്, നോസിയ ഉണ്ട്, ഒരു ഫീവർ ഉണ്ട്, ലോ ഗ്രേഡ് ഫീവർ ഉണ്ട്, കൂടാതെ പേഷ്യൻ്റെ TLC എലിവേറ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും യൂഷ്വലി നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടല്ലേ റൈറ്റ് ഇലിയാക് ഫോസ പെയിൻ ഒക്കെ വരുമ്പോൾ നമുക്ക് മിക്കവാറും സസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഓപ്ഷൻ എ അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ് അല്ലേ. അക്യൂട്ട് അപ്പൻഡിസൈറ്റിസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നമുക്കറിയാം എന്താണ് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുക. അതായത് ഇൻഫ്ലമേഷൻ ഓഫ് ദ വെർമിഫോം അപ്പൻഡിക്സിനാണ് നമ്മൾ അപ്പൻഡിസൈറ്റിസ് അല്ലെ, അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുക. അതുകൂടാതെ അവിടെ കുറച്ച് സൈൻസ് എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട് അല്ലേ. അതായത് ഏർലി ഫേസിലാണെങ്കിൽ യൂഷ്വലി ഒരു പെരി അംബ്ലിക്കൽ, അതായത് അംബ്ലിക്കസിന്റെ റീജിയനിൽ അറൗണ്ട് ഒരു പെയിൻ ഉണ്ടാകും.
ലേറ്റർ സ്റ്റേജിലാണെങ്കിൽ പെയിൻ, അതായത് നമുക്കറിയാം ഒരു റൈറ്റ് സൈഡിൽ തന്നെയാണ് അല്ലേ നമ്മുടെ ഈ ഒരു അപ്പൻഡിക്സ് ഇരിക്കുക. സോ ഈ പെയിൻ റൈറ്റ് ലോവർ ക്വാഡ്രന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ അതിനെ മക്ബേണി പോയിന്റ് എന്ന് പറയാറുണ്ട് അല്ലേ. മക്ബേണി പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ അംബ്ലിക്കസ് മുതൽ റൈറ്റ് ഇലിയാക് ഫോസ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിൽ ഈ അംബ്ലിക്കസിൽ നിന്ന് 2/3 മാറിയിട്ട് വരുന്ന ആ ഒരു പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുക, മക്ബേണീസ് പോയിന്റ് എന്ന് പറയുക. സോ അവിടെ ആയിരിക്കും ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ പേഷ്യന്റ് പെയിന് ഫീൽ ചെയ്യുക. അതുകൂടാതെ കുറച്ച് സയൻസ് കൂടെ നമ്മൾ അപ്പൻഡിസൈറ്റിസ് റിലേറ്റ് ചെയ്തിട്ട് പറയാറുണ്ടല്ലേ. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒന്ന് റോസിക് സൈൻ. എന്താണ്? റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിൻ വെൻ ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് ഈസ് പാൽപേറ്റഡ്. നമ്മൾ പേഷ്യന്റ് ലെഫ്റ്റ് ലോവർ ക്വാഡ്രന്റ് പാൽപേറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റ് റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പെയിൻ തോന്നും അല്ലെ, ഇതുപോലെ. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സ്വാസ് സൈൻ ആണ്. അതായത് റൈറ്റ് ലോവർ ക്വാഡ്രന്റ് പെയിൻ ഓൺ റൈറ്റ് ഹിപ്പ് എക്സ്റ്റൻഷൻ. പേഷ്യന്റ് റൈറ്റ് ഹിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പെയിന് പേഷ്യന്റ് റിപ്പോർട്ട് ചെയ്യും. അതുകൂടാതെ വരുന്നതാണ് റീബൗണ്ട് ടെൻഡർനെസ്. അതായത് പെയിൻ ഓൺ റിലീസ് ഓഫ് പ്രഷർ ഇൻഡിക്കേറ്റ്സ് പെരിട്ടോണിയൽ ഇറിറ്റേഷൻ. അതായത് നമ്മൾ പ്രഷർ റിലീസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് പെയിൻ തോന്നും. അത് കൊണ്ട് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുക? പേഷ്യന്റ് പെരിട്ടോണിയൽ ഇറിറ്റേഷൻ, പെരിട്ടോണിയൽ ഇൻഫ്ലമേഷൻ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. കൂടാതെ സഡൻ റിലീഫ് ഓഫ് പെയിൻ. പേഷ്യന്റ് സപ്പോസ് അപ്പൻഡിസൈറ്റിസ് ഉണ്ടായിരുന്നു, പെട്ടെന്ന് പെയിൻ റിലീവ് ആയി കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക? പോസിബിൾ പെർഫറേഷൻ. അതുകൂടാതെ പെരിട്ടോണൈറ്റിസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതൊരു എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് നോക്കിയാൽ എ ഫുള്ളി ബ്രസ്റ്റ് ഫീഡ് ബേബി ഫ്രം എ മദർ ഓൺ എ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ക്യാൻ ഹാവ് ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ. അതായത് കുഞ്ഞ് ഫുള്ളി ബ്രസ്റ്റ് ഫീഡ് ആണ്, അമ്മയിൽ നിന്ന് ബ്രസ്റ്റ് ഫീഡ് റിസീവ് ചെയ്യുന്ന കുഞ്ഞാണ്. കുഞ്ഞ് ഹെൽത്തിയാണ്, ബാലൻസ്ഡ് ഡയറ്റ് ആണ്, പക്ഷേ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാവും അല്ലെ. അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ ഡി, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. എന്തായിരിക്കും? നമുക്കറിയാം ന്യൂ ബോൺ നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വിടുമ്പോൾ തന്നെ നമ്മൾ ചില സപ്ലിമെന്റേഷൻ ഒക്കെ കൊടുത്തിട്ടല്ലേ വിടുക. അതെന്ത് സപ്ലിമെന്റേഷൻ കൊടുത്തിട്ട് നമ്മൾ സാധാരണ വിടുക? അത് തന്നെ ആയിരിക്കും ഇവിടെ ആൻസർ അല്ലേ. എന്താണ്? ഓപ്ഷൻ സി ആണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത. കാരണം എന്താണ്? ബ്രസ്റ്റ് മിൽക്കിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമായിരിക്കും നമുക്ക് വൈറ്റമിൻ ഡി ഉണ്ടാകുക. സോ ബ്രസ്റ്റ് മിൽക്ക് ഈസ് നാച്ചുറലി ലോ ഇൻ വൈറ്റമിൻ ഡി. ഓൺലി 25 to 78 IU ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ലിറ്റർ ആണ് ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡിയുടെ അളവ് എന്ന് പറയുക. സോ എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ഇൻഫൻസ് റിസീവ് വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ഓഫ് 400 IU ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ സ്റ്റാർട്ടിംഗ് സൂൺ ആഫ്റ്റർ ബർത്ത്. കണ്ടിന്യൂ അണ്ടിൽ അറ്റ്ലീസ്റ്റ് 1 year ഓഫ് ഏജ് അല്ലെ. കുഞ്ഞ് ഒരു വയസ്സ് വരുന്നത് തികയുന്നത് വരെ നമ്മൾ ഏകദേശം ഈ ഒരു വൈറ്റമിൻ സപ്ലിമെന്റേഷൻ നമ്മൾ കംപ്ലീറ്റ് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒമാൻ പിയേഴ്സൺ വ്യൂ എക്സാമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. സോ ഇതുപോലെ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ GCC എക്സാംസിന്റെ, അതായത് GCCയുടെ എല്ലാ കൺട്രീസിലേക്കും പോകുന്ന ലൈസൻഷ്യൽ എക്സാമിന്റെ ക്ലാസ്സുകൾ കോച്ചിങ് നമ്മുടെ എജ്യൂസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. പഠിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എക്സാം എഴുതാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക, സീറ്റുകൾ ഉറപ്പിക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.